ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ചെയ്യുന്നതുണ്ടാക്കുന്ന പറഞ്ഞാൽ ചിക്കൻ ചീസ് റോൾ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തതിന് അതിൽക്കൊരു സ്പൂണ് ഈസ്റ്റും അര സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു സൈഡിൽ വെക്കണം. ഇത് ഞാൻ അരക്കിലോയിലെ മൈദ എടുത്തതിന് അതിൽക്കൊരു മുട്ടയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഒലിവ് ഓയിലില്ലേ അതിടണം. അതിനിട്ടൊരു പിന്നെ ചൂട് ഇത് ഇപ്പം നമ്മൾ ഇതാക്കിയിട്ട് വെച്ചിട്ടില്ലേ, മിക്സ് ചെയ്തിട്ട് വെച്ച ഈസ്റ്റ് അതിനിടണം. അതിനിട്ട് പിന്നെ ഞമ്മ ഇല്ലടാം ഇത് പാലിൽ നോണ്ടിട്ട് ഞമ്മ എടുക്കണം. കുറച്ച് ചൂടാക്കിയിട്ട് പാലിനെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി എടുത്ത് പിന്നെ 2 മണിക്കൂറില്ലേ ഒരു സൈഡിൽ വെക്കണം. പിന്നെ ഞാൻ മസാല ഉണ്ടാക്കുന്ന അതാണ് നോക്കാം. ഇത് ഞാൻ ഒരു സൈഡിലില്ലേ ബോൺലെസ് ചിക്കൻ എടുത്തിന്, കോയില്ലേ മുള്ളില്ലാതെ കോഴി എടുത്തിട്ട് തന്നെ വേവിക്കണം. വേർപ്പിടികൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം ഒരു സൈഡിൽ. പിന്നെ ഇത് ഞാൻ ബട്ടറിന് പിന്നെ ഒരു ഉള്ളി എടുത്ത് പിന്നെ ക്യാപ്സിക്കം ഇല്ലേ അതിടണം. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് നല്ല മിക്സാക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി ഇത് ക്യാരറ്റ് ഇട്ടത് ഞാൻ അതുണ്ടാലും ഇട്ടാൽ മതി, വേണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അര സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, പിന്നെ മാഗി മസാല ഇല്ല അതിടണം. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒരിഗോണോ അത് അങ്ങനെയെല്ലാം ഇടണം. പിന്നെ ഈ കോഴി ഞാൻ പൊടിച്ചിട്ട് വെച്ച് ഞാൻ അതിനിട്ട് വേവിച്ചിട്ട് പൊടിച്ചിട്ട് വെച്ച് ഞാൻ അതിനിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ഇതേമാതിരി. പിന്നെ ഇല്ലേ ഒരു സ്പൂൺ മൈദപ്പൊടി ഇടണം. മൈദപ്പൊടി ഇട്ട് പിന്നെ അത് വെള്ളത്തിൽ മിക്സ് ആക്കാൻ പാടില്ല, പാലൊഴിച്ചിട്ടില്ലേ പാലിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ മുകളിലേക്ക് കൊത്തമീർ മുകളിലേക്കില്ലേ കൊത്തമീർ അരിഞ്ഞിട്ടിടണം ചെറുങ്ങനെ കഷ്ണാക്കിയിട്ട്. പിന്നെ ചീസ് ഇടണം, ക്രീം ചീസ് ഇല്ല അതിനിടണം. ഇതിൽക്കിടണം പയ്യെ പരത്തുമ്പില്ല ഞമ്മ മസാല കിട്ടിയിട്ട് കൊടുക്കണം. ഇതേമാതിരിയാണ് ചപ്പാത്തിനെ. പിന്നെ ചെറിയ ചപ്പാത്തിയിൽ ഇതേമാതിരി തെളുപ്പിലെ പരത്തിയിട്ട് എടുക്കണം. അതിനെ പരത്തിയിട്ട് എടുത്ത് പിന്നെ ഞമ്മ ബട്ടർ തേക്കണം. ബട്ടർ തേച്ചാൽ പിന്നെ ഈ ചിക്കൻ മസാലയില്ല മസാലയുടെ നല്ല ചീസ് നിറച്ചിട്ട് കൊടുക്കണം. ഇതേമാതിരി പരത്തിയിട്ട് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഇതേമാതിരി എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കണം. ഓവനിലും ഉണ്ടാക്കാം, എയർ ഫ്രൈയിലും ഉണ്ടാക്കാം. ഞാൻ എയർ ഫ്രൈയിലും ഉണ്ടാക്കിയിട്ട് എടുക്കണം ഇതേമാതിരി ഇത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കില്ലേ ബട്ടർ കുറച്ച് ബട്ടർ നമ്മൾ ഇങ്ങനെ മെൽട്ടാക്കിയിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് ബ്രഷിൽ വെത്തിരി കൊടുക്കണം. പിന്നെ വെളുത്തുള്ളും എള്ളിൻ്റെ മുകളിലേക്ക് പിന്നെ പെരുംജീരകം ഇല്ലേ ഇത് കലോഞ്ചി അതിനിടണം. അതിനിട്ട് പിന്നെ 10 മിനിറ്റ് എയർ ഫ്രൈയിൽ വെക്കണം. എയർ ഫ്രൈയിലോ ഓവനോ അങ്ങനെ വെക്കണം. വെച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇല്ലേ നോക്കണം, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടീന്. കാണാൻ തന്നെ നല്ല, കഴിക്കാനും നല്ലത്, കാണാനും നല്ലത്. പുതിയതായിട്ട് ആരും കാണും ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.